എന്താ ചേട്ടൻ എന്നെ മനസ്സിലായില്ലേ? പിന്നെ മനസ്സിലായി. 5 വർഷം കഴിഞ്ഞ് സൂപ്പർ സ്റ്റാർ ആവുമ്പോഴാണല്ലേ, അതുകൊണ്ട് തന്നെ ചോദിച്ചത് എന്താന്ന്. മഹാദേവൻ സാറിന് ഒന്ന് കാണണം. കാശുണ്ടോ കയ്യില്? കാശ് ഞാൻ ആദ്യം കൊടുത്തായിരുന്നു, 25,000 രൂപ. അതല്ല, ബോംബെ വരെ എത്താനുള്ള കാശുണ്ടോ കയ്യിലെന്ന്. മഹാദേവൻ സാർ ഇപ്പൊ ബോംബെയിലാ. ബോംബെയിലാ? ആ അതേന്ന്, ഒരാഴ്ചയായി പോയിട്ട്. എന്നാ മടങ്ങി വന്നെ? ഇനി വരുമെന്ന് തോന്നുന്നില്ല. അയ്യോ, അപ്പൊ ഈ വീടാ? ഇത് അദ്ദേഹത്തിന്റെ വീടൊന്നുമല്ല, അദ്ദേഹം 6 മാസത്തേക്ക് വാടക എടുത്തല്ലേ. പടച്ചോനെ, അപ്പൊ എന്നോട് പറയാണ്ട് പോയാ? തന്നോട് പറയാ, താനാരാ? എടോ, എന്റെ 25,000 രൂപ കൊണ്ടാണോ ആ കള്ളപ്പന്നി റാസ്കൾ മുങ്ങിയത്? ആ കാശ് പലിശക്ക് കൊടുത്തിരുന്നെങ്കിലേ മാസാമാസം അതിന്റെ പലിശക്കിൽ കിട്ടിയ. ചേട്ടാ, അന്നത്തെ പോലെ എന്നെ കയറ്റി വിടാതിരിക്കാൻ ചേട്ടൻ നുണ പറയണല്ലേ? സത്യമായിട്ട് സാറ് പോയാ? തനിക്ക് വിശ്വാസമില്ലെങ്കിൽ താൻ അകത്ത് കയറി നോക്ക്. ഇപ്പൊ ഒരു ബിസിനസ്സുകാരനാ ഇവിടെ താമസിക്കുന്നത്. താനാണോ ഇതിനെല്ലാത്തിനും കാരണം? അതിന് ഞാനെന്ത് ചെയ്ത്? ഞാൻ അന്ന് വന്നപ്പോ താൻ എന്നെ ഇതിന്റെ അകത്തോട്ട് കയറ്റി വിടാതിരുന്നെങ്കിൽ എന്റെ ഈ കാശ് പോകുമായിരുന്നോ? പടച്ചോനെ, താൻ മുടിഞ്ഞ് പണ്ടാരടങ്ങി പോകുമോ? ദൈവമേ, ഇവനെന്തിനാ എന്നെ വന്ന് പ്രാകുന്നത്? പടച്ചോനെ, ഞാൻ ചാടാൻ പോവുകയാണ്. വെള്ളത്തിൽ വീണ് കഴിയുമ്പോ എന്റെ നീന്തൽ ഞാൻ മറന്നുകൂടെ? ഇല്ലെങ്കിൽ ഞാൻ നീന്തി കരക്ക് കയറും. പെട്ടെന്ന് മയ്യത്താവാൻ എന്നെ നീ സഹായിക്കൂലേ? പടച്ചോനെ, രക്ഷിക്കണേ. ജമാലേ, വെറും 25,000 രൂപക്ക് വേണ്ടിയാണോ നീ മരിക്കാൻ പോണത്? നീ മയ്യത്തായാൽ നിനക്ക് നഷ്ടമൊന്നുമില്ല, മറിച്ച് മലയാള സിനിമയ്ക്ക് ഭാവിയിലെ ഒരു സൂപ്പർ സ്റ്റാറിന് നഷ്ടമാവും. ശരിയാ, ഞാൻ കാരണം മലയാള സിനിമക്ക് ഒരു സൂപ്പർ സ്റ്റാറിനെ നഷ്ടപ്പെട്ടുകൂടാ. ഓക്കേ, ഇവിടെ ഒന്നുമില്ല. പോടാ പോടാ പോടാ, ഇവിടെ ഒന്നുമില്ല. പോ അതിന് പിള്ളച്ചേട്ടന്റെ കടയിൽ ഇവിടെ ബോംബ് വെക്കാൻ. ഇനിയിപ്പോ ഭക്ഷണം കഴിച്ചവരായാലും അറിഞ്ഞുകൊണ്ടേതായിരിക്കും. എന്റെ ദൈവമോ, എന്താ ഏട്ടാ, ഇവിടെ ആകെ പ്രശ്നങ്ങളും പോലീസും ഒക്കെ ആണല്ലോ. ഓ, ഇതൊക്കെ എന്താ? ഒന്നും പറയണ്ട എന്റെ മോനെ, ഇവിടെ ബോംബ് വെച്ചേക്കെന്ന് പറഞ്ഞ് പോലീസുകാർക്ക് ആരോ ഫോൺ ചെയ്ത്. പോലീസുകാർ വന്ന് കാറ്റിക്കൂട്ടിയേക്കണതൊക്കെ ഉണ്ടം പൊരിക്കകത്ത് ബോംബിട്ടെന്ന് പറഞ്ഞ് അവര് കീറിട്ടിരിക്കണേ. എന്നിട്ട് ഇപ്പൊ ചേട്ടൻ എന്താ ഈ കാണിക്കണേ? ഇതൊക്കെ തിരിച്ചൊട്ടിച്ച് വെച്ച് വിൽക്കാനുള്ള പരിപാടിയാണോ? ഏയ്, അങ്ങനെയൊന്നുമില്ല. അയ്യോ, അല്ല, നിനക്കെന്ത് പറ്റി? ഒന്നും പറയണ്ട എന്റെ പൊന്നി കേട്ടോ. നിന്റെ പരുവം കണ്ടിട്ട് ആരോ ശരിക്കും താങ്ങിയോട്ടുണ്ടല്ലോ. എന്നെയോ താങ്ങാനോ? ഞാനൊന്ന് വീട്ടില് തെന്നി വീണതല്ലേ. എന്തായാലും ഓനെ ഒന്ന് കണ്ട് നല്ല 2 വാക്ക് പറഞ്ഞ് ആശ്വസിപ്പിച്ചേക്കാം. അയ്യോ അയ്യോ, നീ ഇവിടെ നിപ്പുണ്ടായിരുന്നോ? ആ പാലെടുത്ത് ഒഴിക്കാൻ പാടില്ലായിരുന്നു. എന്റെ മുഖം. അയ്യോ, എന്റെ അമ്മോ, തലക്കകത്തുണ്ടായ ചെളിയൊക്കെ ഇളകി. അയ്യോ അയ്യോ അയ്യോ. എടാ, എന്നെ എവിടെയെങ്കിലും കണ്ടതായിട്ട് ഓർക്കണ്ടാടാ. അത് പിന്നെ ഞാൻ അറിഞ്ഞോ നീയാണ് മുണ്ടിന്റെ ഉള്ളിലുള്ളത്. നിനക്ക് കാര്യമായിട്ടൊന്നും പറ്റിയില്ലല്ലോ അല്ലേ? കിട്ടിയല്ലേ? ഇടിയപ്പോ അല്ല, ഇടിലിയാ കിട്ടിയത്. നീ എന്തിനാണ് മാമനെ കൊല്ലാൻ നോക്കിയത്? കൊല്ലാൻ നോക്കിയോ? ഓ എടാ, ഞാൻ നിന്റെ മാമനെ കൊല്ലാൻ നോക്കിയതല്ല. അവിടെ നിങ്ങളല്ലാതെ വേറൊരുത്തരുണ്ടായില്ലേ, ഞാൻ അവനാന്ന് വിചാരിച്ചിട്ടാ. ആര്? അൻവറ? അതിന് ഓൻ നിന്നോടെന്താ ചെയ്ത്? അപ്പൊ നീയൊന്നും അറിഞ്ഞില്ലേ? അവന്റെ ഒരു 25,000 രൂപ ഒരുത്തിന് അടിച്ചോണ്ട് പോയെന്ന്. ആചാരേ, ആർക്കോ കൊടുത്തയച്ച കാശ. അവൻ എന്റെ അടുത്ത് വന്ന് കരഞ്ഞു പറഞ്ഞപ്പോ ഞാൻ ഗൾഫിൽ പോവാൻ പറ്റുന്ന ഒരു 25,000 രൂപ എടുത്ത് ഞാൻ കൊടുത്ത്. അവൻ എന്നോട് പറഞ്ഞു ഒരാഴ്ചക്കുള്ളിൽ മാമാനോട് പറഞ്ഞ് അവന് വന്നേക്കണ വിസ എനിക്ക് മേടിച്ച് തരാന്ന് പറഞ്ഞു. എന്റെ പൊന്നു പിള്ളച്ചേട്ടാ, ഇപ്പൊ അവസാനം ഞാൻ കൊടുത്ത കാശുമില്ല, വിസ ഇല്ല. അത് ശരി, അപ്പൊ ഓൻ അങ്ങനെ പറഞ്ഞല്ലേ? അൻവറിന് വിസ വന്നോ? അത് അൻവറിന് വന്ന വിസയല്ല, എനിക്ക് വന്ന വിസയാ. എനിക്ക് എന്റെ സിനിമ വിട്ട് ഗൾഫിൽ പോകാൻ താല്പര്യമില്ലാത്ത കാരണം ഓന് കൊടുത്തതാ. നീ അവന് കൊടുത്താലും ശരി, അവൻ നിനക്ക് തന്നാലും ശരി, ഇനി എനിക്ക് ആ വിസ കിട്ടുമെന്ന് തോന്നണില്ല. എന്റെ വിസയുടെ കാര്യം ശരിയാക്കാൻ വേണ്ടി ഹാജിയാരെ സോപ്പിടാൻ വന്നാ ഞാൻ. എന്നിട്ട് എന്റെ അവസ്ഥ ഇതായി. എല്ലാത്തിനും കാരണക്കാരൻ നീയാണാ. നീ പിടിവിട്, നീ വിഷമിക്കണ്ട. ഓനെ നിനക്ക് ഞാൻ പിടിച്ചു തരാം. ആര്? ഹാജിയാരിയോ? അല്ലടാ, അൻവറ. അയ്യോ,
അൻവറിന്റെ കാറില്ല അപ്പൊ അവനവിടെ വണ്ടി നിർത്തിയിട്ടുണ്ട്, നീ പോയി അവനെ പിടിക്ക്. അല്ല അത് ചെല്ല്. ചെല്ലാം. പടച്ചോനെ, അവൻ ഇങ്ങോട്ടാണല്ലോ വരുന്നത്. വരട്ടെ. അതെ, അവൻ ഇങ്ങോട്ടാ വന്നത്. നീ ഒരു കാര്യം ചെയ്യ്, നീ ഇവിടെ എവിടെയെങ്കിലും വിളിച്ചോ, ഞാനവിടെ പോയി പുറത്ത് വിളിക്കാം. അവനിവിടെ അകത്ത് കയറി കഴിയുമ്പോ നമുക്ക് അവനെ പിടിക്കാം. ഓക്കേ? പിന്നെ അവന്റെ ഇടിയങ്ങനെ എന്റെ മോന്തൊക്കെ കൊണ്ട് സൂപ്പർ സ്റ്റാർ ആവാനുള്ള മോന്ത ഇത്. പിള്ളച്ചേട്ടോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? നല്ല വിശേഷം മോനെ. അല്ലടാ അൻവറേ, നിന്റെ 25,000 രൂപ അടിച്ചു പോയോ? ആര് പറഞ്ഞു? ദൈവം പറഞ്ഞു. നിങ്ങളെ അയ്യോ, പിള്ളച്ചേട്ടനല്ല, പാരച്ചേട്ടനാ. ഞാൻ പോയിട്ട് വരട്ടെ കേട്ടാ. ഒരു കാര്യം ചെയ്, ആ തോർത്തും സോപ്പും കൊടുത്തോ, ഞാൻ ഇവിടെ നാം കുളിക്കാം. അല്ലോ, തൃപ്തി ആയില്ല. തേരിൽ നിറയും പാട്ടിൻ താളം തുടരാം, പുതു പുതു കഥ മെനയാം. കണ്ണിൽ കണ്ണിൽ നിറയെ സ്വപ്നത്താളം തീരയാം, ചന്ദ്രബിംബം കയ്യിലെടുക്കാം. നിറമാർന്നു നിൽക്കുമീ സൗഹൃദം, മധുരം നിറയ്ക്കുമീ ജീവിതം. നിറമാർന്നു നിൽക്കുമീ സൗഹൃദം, മധുരം നിറയ്ക്കുമീ ജീവിതം. അനുപമ സൗഭാഗ്യമേ, തെന്നൽ തേരിൽ നിറയും പാട്ടിൻ താളം തുടരാം, പുതു പുതു കഥ മെനയാം. കണ്ണിൽ കണ്ണിൽ നിറയെ സ്വപ്നത്താളം തീരയാം, ചന്ദ്രബിംബം കയ്യിലെടുക്കാം. വാനമതിലുകളെ തിരയുവാൻ പറന്നുയരാ. സംഗീതഗംഗതൻ ആനന്ദധാരയിൽ അഴിയാത്ത ബന്ധമാ ചേർന്നു നീരാടിടാം. തേരിൽ നിറയും പാട്ടിൻ താളം തുടരാം, പുതു പുതു കഥ മെനയാം. കണ്ണിൽ കണ്ണിൽ നിറയെ സ്വപ്നത്താളം തീരയാം, ചന്ദ്രബിംബം കയ്യിലെടുക്കാം.
മറയുവാനിട വരുമോ? കൈകോർത്തു നീങ്ങുവാൻ സൗഗന്ധികന്മാർ വരമാല കോർക്കുവാൻ പൈതൽ പോലെ കൊച്ചു പിണക്കം മറന്നു പാടാം. തെന്നൽ തേരിൽ നിറയും പാട്ടിൻ താളം തുടരാം. പുതു പുതു കഥ മെനയാം. കണ്ണിൽ കണ്ണിൽ നിറയെ സ്വപ്നത്താരം തീരയാം. ചന്ദ്രബിംബം കയ്യിലെടുക്കാം. നിറമാർന്നു നിൽക്കുമീ സൗഹൃദം മധുരം നിറയ്ക്കുമീ ജീവിതം. നിറമാർന്നു നിൽക്കുമീ സൗഹൃദം മധുരം നിറയ്ക്കുമീ ജീവിതം. അനുപമ സൗഭാഗ്യമേ ഓൻ സിനിമ നടനാവാൻ നടക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. ഓന്റെ ഭാവി നമ്മൾ നോക്കണം. ഓന്റെ കാര്യങ്ങൾ തീരുമാനിക്കാൻ നമ്മളല്ലാതെ വേറെ ആരാ ഉള്ളത്? നീയോ പറയണ നേരാണ് ആമിന. പക്ഷെങ്കില് അൻവർ ഓൻ ഒത്തിരി മോഹിക്കണ്ട അക്കരയ്ക്ക് പോവാൻ. ഓൻ അവിടെ നിക്കട്ടെ. ഈ ജോലിക്ക് നമുക്ക് ജമാലിനെ അയക്കാം. ഇനിയൊരു വിസ കൂടി വരാനുണ്ടെന്നല്ലേ ഇങ്ങള് പറഞ്ഞത്? ഒരു കണ്ണീന്ന് മാത്രമായിട്ട് കണ്ണീര് വരുവോ ആമിന? അൻവറും ജമാലും രണ്ടുപേരും ഒരുപോലല്ലേ നമുക്ക്? അല്ല, അൻവർ പോലെയല്ല ജമാല്. അത് ഇങ്ങക്കും അറിയാല്ല. ഈ ജോലിക്ക് ജമാലിനെ തന്നെ അയച്ചാ മതി. മോനെ അൻവരെ മോനെ, അത് ഞമ്മള് വേണ്ട മമ്മി. സ്ലേറ്റിലെഴുതിയ അക്ഷരങ്ങൾ മാച്ചു കളയുന്ന പോലെ വാഗുകൊണ്ട് പറഞ്ഞ വാക്കുകൾ മായ്ക്കാനാവില്ല. എന്നിങ്ങനെ വേറിട്ട് നിർത്താൻ മാത്രം എന്ത് മുറിവാ ഞാൻ നിങ്ങളുടെ മനസ്സിൽ ഏൽപ്പിച്ചെന്ന് എനിക്കറിയില്ല. എന്ത് തെറ്റാണ് ഞാൻ? അല്ല മോനെ, ഈ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇനിയല്ല ഈ അറിയണം. അനക്ക് 15 വയസ്സുള്ളപ്പോഴാണ് അന്റെ ഉമ്മയും ബാപ്പയും കാർ അപകടത്തിൽ മരിച്ചത്. അക്കൂടെ ജമാലിന്റെ ഉമ്മയും. ഓന്റെ ഉമ്മയോട് പിണങ്ങിപ്പോയ ഓന്റെ ബാപ്പ ബാംഗ്ലൂർ എവിടെ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്നാണ് എല്ലാരോടും പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളല്ലേ? അതെ, ഈ കഥയെ എല്ലാവർക്കും അറിയൂ. പക്ഷേങ്കില് സത്യം ബാംഗ്ലൂരിൽ പഠിക്കാൻ പോയതാ ഓൻ്റെ ഉമ്മ, എന്റെ സെറീന. അവിടെ വെച്ച് ഓള് സ്നേഹിച്ച ഓളുടെ കാമുകം സമ്മാനിച്ചിട്ട് പോയതാ നമ്മുടെ ജമാലിനെ. പഠിക്കാൻ പോയി തിരിച്ചു വന്ന ഓളുടെ കയ്യിലെ കുഞ്ഞിനെ കണ്ടപ്പോ ആളുകളുടെ ചോദ്യത്തിന് മറുപടിയായി ഓൾ എല്ലാരോടും പറഞ്ഞു ഓളുടെ നിക്കാഹ് കഴിഞ്ഞെന്നും കെട്ടിയോൻ ബൈക്കിട്ട് ബാംഗ്ലൂരിൽ തന്നെ താമസിക്കാണ്. പക്ഷെ ഞങ്ങളോട് ഓള് സത്യം തുറന്നു പറഞ്ഞു. ഇത്രയും കാലം ഈ ദുനിയാവില് മറ്റാരും അറിയാതെ ഞങ്ങൾ ഈ സത്യം മറച്ചു വെച്ച്. ഇക്കാര്യങ്ങൾ ജമാൽ അറിഞ്ഞ ഇപ്പോഴത്തെ ജമാലിനെ നമുക്ക് നഷ്ടമെന്ന് പേടിച്ച് ഓനെ നമ്മള് കൂടുതൽ സ്നേഹിച്ച്. ഈ മാമിയോട് ക്ഷമിക്കേ. ക്ഷമ ചോദിക്കേണ്ട ഞാനല്ലേ? സത്യം എന്തെന്നറിയാതെ നമ്മളെ കൊണ്ട് കൊടുക്കാവുന്നത്ര സ്നേഹം ഓന് നമ്മൾ കൊടുക്കും. നമ്മുടെ ജമാല് നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല. മോനെ, ഇതൊരിക്കലും ജമാൽ അറിയാനിടയാവരുത്. ഇല്ല മാമ, ജമാൽ ഒരിക്കലും അറിയില്ല. ആ ജമാലെ, ഈ എവിടെയായിരുന്നു ഇത്ര നേരം? കൈ കഴുകി വാ, മാമി ചോറെടുത്ത് വെക്കാം. വേണ്ട മാമി, എനിക്കിപ്പോ വിശക്കണില്ല.
അൻവറേ, ആ എന്റെ ജീവിതത്തിൽ ഇന്നവരെ ഞാനൊരു നുണ പോലും പറഞ്ഞിട്ടില്ല. ഇത്രയും വലിയ നുണ ഞാൻ എന്റെ ജീവിതത്തിൽ കേട്ടിട്ടില്ലേ. തമാശ അല്ല, ഞാനൊരു കാര്യം ചോദിച്ചാൽ നീ സത്യം പറയണം. എന്താ കാര്യം? നീ ലൈലാനെ നിക്കാഹ് കഴിക്കാൻ പോണെന്ന് കേട്ടല്ലോ. മാമ പറഞ്ഞല്ലോ നീ ഖത്തറിൽ പോയി വന്നിട്ട് നിന്റെ ലൈലേന്റെ നിക്കാഹാണെന്ന്. ഓനാകെ ടെൻഷനിലാണ്. ഒന്നും കൂടി ഇങ്ങോട്ട് മൂപ്പിച്ചേക്കാം. പറയടാ, നേരാണോടാ? ആ നേരാ. ഞങ്ങൾ തമ്മിൽ ഇഷ്ടം മാമയും മാമി അറിഞ്ഞു. ആദ്യം ഓരെതിർത്തു. അപ്പൊ ഓള് പറഞ്ഞു എന്റെ അൻവർക്ക് നിക്കാഹ് കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ ഓള് ചത്തുകളയുന്നു. ഓൾ അങ്ങനെ പറഞ്ഞ? ആ അവസാനം മാമയും മാമിയും സമ്മതിച്ചു. ഇപ്പൊ വിസയും കൂടി വന്നല്ലോ. നിനക്ക് പോകാൻ താല്പര്യമില്ലല്ലോ. ഞാൻ എന്തായാലും പോകാൻ തീരുമാനിച്ചു. അപ്പൊ അശോകൻ ഈ വിസ കൊടുക്കാന്നും പറഞ്ഞല്ലേ നീ അശോകന്റെ കാശ് മേടിച്ചത്? അത് ഞാൻ അവനോട് വെറുതെ പറഞ്ഞതാ. ആറ്റു നോറ്റിരുന്ന് കിട്ടിയൊരു വിസയല്ലേ, അതവന് കൊടുക്കാൻ പറ്റുമോ? പാപം പടച്ചോനെ, ഓനൊന്നും ഒരിക്കലും അറിയരുത്. ഓന് സഹിക്കാനാവില്ല. ദൈവമേ, ഹാജിയാരുടെ മുമ്പിലെങ്ങാനും ചെന്ന് പെട്ട പരുന്ത് റാഞ്ചിയ കോഴിക്കുഞ്ഞിന്റെ അവസ്ഥയായിരിക്കും എനിക്ക്. അതിനല്ലേ വീടിന്റെ മുന്നിലൂടെ പോകാതെ പിന്നിലൂടെ പോകാന്ന് പറഞ്ഞു. ദേ, അവനവിടെ നിൽക്കണ്ടേ, വേഗം ചാടിച്ചെന്ന് മരപ്പെട്ടി കോഴിക്കുഞ്ഞിനെ പിടിക്കണ പോലെ അവന്റെ കഴുത്തിന് കയറി പിടിക്കും. അല്ല, നീ ആരെ മരപ്പട്ടിന്ന് വിളിച്ചത്? മരപ്പട്ടി നീ, കോഴിക്കുഞ്ഞ് അവൻ. ഇനി നിനക്കത് ഇഷ്ടമില്ലെങ്കിൽ നീ കോഴിക്കുഞ്ഞായിക്കോ, അവൻ മരപ്പട്ടി ആയിക്കോട്ടെ. പക്ഷെ മരപ്പട്ടി പിടിക്കണ കോഴിക്കുഞ്ഞിന്റെ അവസ്ഥ അതാ പറഞ്ഞ. നീ മരപ്പട്ടി, വേഗം ചാടിച്ചില്ല. അശോകൻ, നീ എന്തിവിടെ? വിസ ഒപ്പിച്ചേരാന്ന് പറഞ്ഞ എന്റെ കാശ് മേടിച്ചെടുത്തിട്ട് ഇപ്പൊ ആ വിസയിൽ നീ ഗൾഫിൽ പോകാൻ നോക്കാലടാ. നീ പിടിവിട്. കാര്യം എന്താ ഞാൻ പറയട്ടെ. നീ ഒന്നും പറയണ്ടാ. വിടു നീ. അത് ശരി, വിടാ. ചെറുപ്പം മുതൽ ഒന്നിച്ച് കളിച്ച് പഠിച്ചു വളർന്നിട്ട് എന്നെക്കാൾ വിശ്വാസം നിനക്ക് ജമാലിയാണല്ലേ. നിന്റെ കാര്യം മാമാനോട് പറയാതിരുന്നപ്പോഴാ നീ ഓരോ കുഴപ്പങ്ങളിലും ചാടിയത്. വിസയില്ലാതെ നിന്നെ ഫേസ് ചെയ്യാനുള്ള മടികൊണ്ടാ. നിന്നോട് എന്ത് പറയണമെന്ന് അറിയാൻ പാടില്ലാത്തതും കൊണ്ടാ നിന്നെ കാണുമ്പോൾ ഒളിച്ചു നടന്നത്. അല്ലാതെ നിന്നെ ചതിക്കാനായിരുന്നില്ല. ഞാൻ നിന്നെ ചതിക്കോടാ. നീ എന്നോട് ക്ഷമിക്കടാ. നിനക്കാ വിസ ഒപ്പിച്ചു തരാൻ ഞാനൊരു വഴി കണ്ടിട്ടുണ്ട്. എന്ത് വഴി? അതൊക്കെയുണ്ട്. പടച്ചോൻ എന്നെ കൈവിടില്ല. ആഹാ, ഇത് പൊട്ടകത്തിന് സ്ഥലം കൊടുത്ത പോലായല്ലോ. കൊല്ലാൻ വന്നവനകത്തും അവനെ കൊണ്ടുവന്ന ഞാൻ പുറത്തും. നിനക്കിട്ടും ഒരു പണി ഞാൻ തരാടാ. ഞാൻ ഏതിലെ പോയാലും എന്നെ ഇടിച്ചിടല്ലോ അവിടെ വന്ന്. അത് തന്നെ ഞാൻ ചോദിക്കണം. ഞാൻ എപ്പോഴും ഓടും ചാടും ചെയ്യണതിന്റെ ഇടയിലേക്കാണോ സൈക്കിൾ ഓടിച്ചു കയറ്റണേ? എന്റെ ചാളേ, കാലവാടാ. എന്റെ ചാളെ പോയല്ല പോയി. കാലമാടാ, കാലമാടാ, നിന്നെ പണ്ടാരണം കൂടാ. പടച്ചോനെ, എന്നാ ആകെ കുഴപ്പായി. കുഴപ്പാവാൻ പോവാടാ. എന്താടാ? ദാ വരുന്ന ആരാണെന്ന് നോക്കടാ. അത് മൊയ്തൂട്ടിക്കല്ലേ? എടാ, നിന്റെ ഐഷുവിന്റെ വാപ്പ. നീ ധൈര്യമായിട്ട് അങ്ങോട്ട് ചെല്ലടാ. തേങ്ങാക്കൊല, നീ വേഗം അങ്ങോട്ട് ചെല്ല്. മൂപ്പര എന്റെ മാമനെ കാണാൻ പാടില്ല. എന്താ? എടാ, എനിക്ക് വിസ വന്ന കാര്യവും ലൈലാനെ എനിക്ക് നിക്കാഹ് ചെയ്ത് തരുന്ന കാര്യവും മാമ മൂപ്പരോട് പറയും. ഉറപ്പാ. എന്റെ ഐഷുവിനെ എനിക്ക് നഷ്ടപ്പെടാൻ പോവാടാ. വേഗം എന്തെങ്കിലും ചെയ്യണം. ഒരു ബെസ്റ്റ് ഐഡിയ ഉണ്ട്. എന്താ ഐഡിയ? ചിലപ്പോ കുഴപ്പാവും. എന്ത് വന്നാലും കുഴപ്പമില്ല, നീ എന്തെങ്കിലും ചെയ്യ്. ഡേ, മൂപ്പരകത്ത് കയറാൻ പാടില്ല. ഞാൻ ഏറ്റി. എന്തിനീ തോർത്ത്? നീ എതൊക്കെ കണ്ടു നിന്നിട്ട് അവസാനം കൈ അടിച്ചോടാ. പടച്ചോനെ, ഇതെന്താവോ? അല്ല, ഇവിടെ ആരുണ്ട്? അൻവറേ!
എടാ നീ എന്നെ കൊല്ലാൻ പറ്റേ, നിനക്ക് പണി ഉറപ്പാണോ? പടച്ചോനെ മാമ. എന്നാലും ബാപ്പാനോട് ആർക്കെത്ര ശത്രുത? എന്തായാലും അങ്ങനെയൊക്കെ സംഭവിച്ചു. അത് ചെയ്ത ആരായാലും ഓനെ കൊണ്ട് ആ സമയത്ത് പടച്ചോൻ ചെയ്യിപ്പിച്ചാന്ന് കരുതിയാ മതി. എന്റെ ബാപ്പയെങ്ങാനും എന്റെ മാമനെ കണ്ടിരുന്നെങ്കിലേ ഇന്നലെ തന്നെ എല്ലാം കൊളായനെ. എനിക്കിപ്പോ ഒരു സംശയം. എന്റെ ബാപ്പ ഇക്കാന്റെ മാമാനെ കാണാതിരിക്കാൻ വേണ്ടി ഇക്ക തന്നെ ആരെ കൊണ്ടെങ്കിലും തള്ളിച്ചതാണോ? നീ എന്താ പറഞ്ഞത്? ഞാനൊരു തമാശ പറഞ്ഞതല്ലേ. ഓ, 2 ദിവസം കഴിഞ്ഞ് വിടാന്ന് ഡോക്ടർ പറഞ്ഞേ. 6 സ്റ്റിച്ചുണ്ട് തലയുടെ പുറകില്. ഓ കഷ്ടം. എന്നാലും എന്തൊരടിയാടാ ശോക നീ അടിച്ചത്. വിസയുടെ കാലാവധി തീരാൻ ഇനി 6 ദിവസം കൂടിയുള്ളൂ. അതിനു മുമ്പ് ആ വിസ അശോകന്റെ കയ്യിലെത്തണം. പിന്നെ എന്റെ ബാപ്പ ഡിസ്ചാർജ് ആയി വരുന്നതിന് മുമ്പ് നമ്മുടെ നിക്കാഹ് നടത്തണം. എങ്ങനെ? രജിസ്റ്റർ മാരേജ് നടക്കോ? നടത്തണം. എല്ലാം ശരിയാക്കിയിട്ട് ഞാൻ അറിയിക്കാം. നാളെ നടന്നില്ലെങ്കിൽ എന്റെ ഐശുവിന്റെ മാത്രല്ല എന്റെയും ജമാലിന്റെ നിക്കാഹ് ഈ ജമ്മത്ത് നടക്കൂല. അതാ പറഞ്ഞത്, 2 നിക്കാഹും നാളെ നടക്കണം. അതിന് ജമാലിക്കോട് പറയണ്ടേ? അവനോട് കാലത്ത് പറയാം. അവൻ ഇപ്പോഴും വിചാരിച്ചിരിക്കുന്നത് ഞാൻ നിന്നെ കെട്ടാൻ പോണെന്ന്. അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. നാളെ രജിസ്റ്റർ ഓഫീസിൽ വെച്ച് എല്ലാം അറിയുമ്പോൾ അവനതൊരു സസ്പെൻസ് ആയിരിക്കും. കുറച്ച് കാര്യം കൂടി എനിക്ക് ചെയ്തു തീർക്കാനുണ്ട്. ഐശുവിനോട് സമയം പറയണം. അതിലും വലിയ പ്രശ്നം വിസയാ. അപ്പൊ അശോകൻ ചേട്ടന് വിസ കൊടുക്കാൻ തന്നെ തീരുമാനിച്ചോ? അതെ, ഇപ്പൊ എന്നേക്കാൾ ഈ ജോലിയുടെ ആവശ്യം മോനാ. ഓൻ അവിടെ ചെന്നാൽ എനിക്കുള്ള വിസ ശരിയാക്കി തരും. ഇന്ന് രാത്രി തന്നെ മാമ അറിയാതെ നീ ആ വിസ പൊക്കണം. അതെങ്ങനെ? എനിക്കാകെ പേടി തോന്നുന്നു. പാപ്പയെങ്ങനെ പറഞ്ഞ റബ്ബേ. നീ പേടിക്കാതിരി. പടച്ചോ നമ്മുടെ കൂടെയുണ്ട്. ആരും അറിയില്ല. പിന്നെ നാളത്തെ രജിസ്റ്റർ മാരേജിന്റെ കാര്യം മറക്കണ്ട. ഓഹോ, അപ്പൊ ആരും അറിയാതെ രജിസ്റ്റർ മാരേജ് നടത്താനാ പരിപാടിയല്ലേ? പടച്ചോനാടാ ഇതിപ്പോ എന്റെ കൺമുമ്പിൽ കാണിച്ചത്. എന്റെ പെണ്ണിനെ നീ നിക്കാഹ് കഴിക്കണത് എനിക്കൊന്ന് കാണണം. ശരിയാക്കി തരാടാ, അന്നെ ശരിയാക്കി തരാ. പഠിച്ചോനെ തുറയണില്ലല്ലോ. ഇതൊക്കെ ഫെവിക്കോളോ ചുട്ടിച്ചു വെച്ചേക്കണ? പഠിച്ചോനെ ഈ വിസ വരാനാണ് ബുദ്ധിമുട്ട്. ഇതിപ്പോ വന്ന വിസ നോക്കിയെടുക്കാനാണ് ബുദ്ധിമുട്ട്. അടച്ചോ? ഞാനും നോക്കി, അവരോടെ ഇല്ല. നീ വിഷമിക്കാതിരി, വഴിയുണ്ടാക്കാം. വണ്ടി നിർത്ത, വണ്ടി നിർത്തടാ, നിർത്ത്. അവിടെ ഗുണകലാണ് വായിക്കാതെ കയറി. നിങ്ങളെന്താണ് കാലത്തെ മുറ്റത്ത് കമിഴ്ന്ന് കിടന്ന് മണ്ണ് തിന്നണത്? ഓള് പോയടി. ആര്? അന്റെ ഉമ്മ. എടി അന്റെ മോള് അൻവറിന്റെ കൂടെ കാറേ കയറി പോയെന്ന്. അതാണ് കാര്യം. അതെന്നും പോണതല്ലേ? നിങ്ങൾക്ക് ചെയ്താനേ ഇതെന്നും പോണ പോലെ അല്ല. അവർ രജിസ്റ്റർ കച്ചേരി പോയി നിക്കാഹ് നടത്താൻ പോയതാ. നേരാണോ? നിങ്ങളോട് ആര് പറഞ്ഞു? ജമാല്. അതുകൊണ്ട് ഓളെ നമ്മള് മുറിക്കകത്ത് പൂട്ടിയിട്ടതാ. ആ ബാതിൽ എങ്ങനെയോ തുറന്ന അവള് പുറത്തിയാണ്. എന്നിട്ട് ജമാൽ എന്തിയെ? ഓൻ രാവിലെ തന്നെ അങ്ങോട്ടാ പോയി. അല്ലാ, ഞമ്മക്ക് തല കറങ്ങണ്. അവിടെ കിടന്ന് കറങ്ങും. ആഹാ, ഇങ്ങള് പൊടിക്കൊന്നും ഓർത്താണ് ഞമ്മക്ക് തല കറങ്ങിയത്. എന്നിട്ട് ഇങ്ങളിത് എങ്ങോട്ടാ?
അപ്പൊ എല്ലാം പറഞ്ഞ പോലെ പൊയ്ക്കോളൂ. അതെ, അടിക്കൊന്നും വേണ്ട. ദേഹം നോവിക്കാതെ ഒന്ന് വരട്ടെ മതി. ഫോൺ പേടിച്ച് ഈ നിക്കാഹിന്ന് പിന്മാറും. താൻ ഇത് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാലെങ്ങനാ? ഒന്ന് വരട്ടിയാ പേടിച്ചോടാൻ അയാളെന്താ കൊച്ചുട്ടിയാ? എന്നാ പിന്നെ തനിക്ക് പോയി വരട്ടിക്കൂടെ? താൻ ഉദ്ദേശിക്കണ പോലെ പേടിക്കണമെങ്കിലേ 1-2 കൊടുക്കേണ്ടി വരും. അടിക്കാതിരിക്കാൻ ഒരു നിവൃത്തിയില്ല അല്ലേ? എന്നാ പിന്നെ ശരീരം നോവിക്കാതെ 1-2 അടി അടിച്ചോ. അത് വേണ്ട എന്താണെന്ന് വെച്ചാ ഞാൻ എന്റെ പിള്ളേരോട് പറഞ്ഞോളാം. താൻ ആ നമ്പർ ഒന്ന് പറഞ്ഞേ. 331374. ഇതേത് നമ്പരാ? എന്റെ വീട്ടിലെ ഫോൺ നമ്പർ. തന്റെ ഫോൺ നമ്പർ പറയാനല്ല പറഞ്ഞത്, ആ കാറിന്റെ നമ്പർ. ഓ, അവന്റെ കാറിന്റെ നമ്പർ അല്ലേ? KL7BD 3715. അതെ, കാർ അടിച്ചു പൊളിക്കാൻ പോകണോ? കാറ് തല്ലി പൊളിക്കാനല്ലടോ, അവനെ തിരിച്ചറിയണ്ടേ? അതിന് വഴിയുണ്ട്. അവനെ തിരിച്ചറിയാൻ. അവൻ എന്നെക്കാൾ കുറച്ചുകൂടി സൗന്ദര്യമൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. ഒരുപാടൊന്നുമില്ല, കുറച്ച്. തനിക്കൊന്ന് പോയി തരാമോ? എന്റെ ദൈവമേ. എന്റെ പടച്ചോനെ, ഈ പണ്ടറക്കാലം പിന്നെയും വന്ന എന്റെ പടച്ചോനെ. ഓടാ, ഈ മുടിഞ്ഞ സൈക്കിളിൽ കേറാനും പറ്റണ്ടല്ലോ. നിങ്ങൾ രണ്ടുപേരും കൂടി പോയി ജമാലിനെ കണ്ടുപിടിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്ക്. ഞാൻ പോയി ഐഷിനെ കൂട്ടി രജിസ്റ്റർ ഓഫീസിൽ എത്തിക്കോളാം. നിങ്ങൾ അങ്ങോട്ട് എത്തിയാ മതി. അതിനിപ്പോ ഈ സമയത്ത് ജമാലിനെ എവിടെ പോയി നോക്കാനാ? ഇവിടെ അടുത്തെവിടെയെങ്കിലും കാണും. നിങ്ങളൊന്ന് പോയി അന്വേഷിക്കേ. അവനെ കണ്ടുപിടിച്ചിൽ കാര്യങ്ങളാകെ പുലിവാലോ. പടച്ചോന്റെ സഹായം കൊണ്ട് കാര്യങ്ങൾ ഇവിടം വരെ എത്തിച്ചത്. നീ ബേജാറാവേണ്ടി. ഓനെ നമുക്ക് കണ്ടുപിടിക്കാം. അല്ല, ഇനിയിപ്പോ വല്ല സംവിധായകരുടെ വീട്ടിൽ പോയി കാണൂ? ഇല്ല, ഷർട്ട് ഷൂസൊക്കെ മുറി തന്നെ ഉണ്ട്. ഓ, അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും അവൻ ഇവിടെ എവിടെയെങ്കിലും കാണും. നിങ്ങൾ ആ പിള്ളച്ചേന്റെ കടയിലോ അവൻ സ്ഥിരം പോകാറുള്ള സ്ഥലങ്ങളിലോ പോയി നോക്ക്. എന്റെ ലൈവ് ഇപ്പൊ എവിടെ പോയി നോക്കും നമ്മൾ? പിടിച്ചു പോലെ വളരെ. ഇതെന്താ ബാഗൊക്കെ ആയിട്ട്? നമ്മളതിനെ ഒളിച്ചോടുന്നല്ല. തിരിച്ചറിയുമ്പോ വീട്ടിൽ കേട്ടില്ലെങ്കിലോ, അതുകൊണ്ട് എന്റെ സാധനങ്ങളൊക്കെ എടുത്തതാ. എന്നാ വേഗം കേറ്. എങ്ങും കാണില്ലല്ലോ. പേടിക്കണ്ട, നമുക്ക് എവിടെയെങ്കിലും കണ്ടുപിടിക്കാന്ന്. എവിടെ? ജമാലേ, നിന്നെ എന്നോട് എവിടെയൊക്കെ നടന്നറിയോ? എന്താ കാര്യം? നിങ്ങൾ ഈ പറഞ്ഞൊക്കെ നേരാണോ? അതേടാ, നിനക്കെന്താ വിശ്വാസമായില്ലേ? പഠിച്ചോണ്ടാണ് നേരാണിക്ക. എന്റെ പടച്ചോൻ. എന്താടാ പറയടാ. എന്താണിക്ക? എന്നോട് ക്ഷമിക്കണം പറയാൻ. ഞാനെല്ലാം അറിഞ്ഞപ്പോഴേക്കും വൈകിപ്പോയടാ. ഒരിക്കലും ആരും ചെയ്യാൻ പാടില്ലാത്ത പാവോടാ ഞാൻ നിന്നോട് ചെയ്തു. സാരല്ലേ, തെറ്റിദ്ധാരണ പോലെ ചെയ്തതല്ലെങ്കിൽ എന്നെ പോലെ തന്നെ ഞങ്ങളും തെറ്റുകാരാ. നിന്നോടല്ല, മറച്ചു വെച്ചതുകൊണ്ടല്ലേ. ഇവിടെ ഇങ്ങനെ കൂടി നിക്കല, കുറച്ചങ്ങോട്ട് നീങ്ങി നിക്ക്. ആരെ ബോധിപ്പിക്കാനാ ഇവിടെ നിന്ന് ഇങ്ങനെ കണ്ണീരൊടുക്കണേ? ഇത്ര നീചനാവാൻ ആരൊക്കെങ്ങനെ കഴിഞ്ഞു? എന്നോട് എന്ത് തെറ്റാ ചെയ്തേ? നോക്കിയോ, ഈ ചെയ്തതിനൊക്കെ ഈ അനുഭവിക്കും. പഠിച്ചു എന്നെ അനുഭവിപ്പിക്കും.
നിങ്ങളെ പോലെ ദുഷ്ടനാണോ ഇത്രയും നാളും നമ്മൾ മനസ്സിൽ കൊണ്ട് നടന്ന് സ്നേഹിച്ചത്? നിങ്ങളെ പോലൊരുത്തനെ നിക്കാഹ് കഴിക്കാൻ ആഗ്രഹിച്ച എന്നോട് പഠിച്ചോ പോലും പൊറുക്കില്ല. എന്റെ ഇങ്ങനെ നിക്കാഹ് നടത്താനായിട്ട് മുന്നിട്ടിറങ്ങിയ മനുഷ്യനോടാ നിങ്ങളെ ക്രൂരത കാണിച്ചത്. ഉള്ളോണ്ട് അൻവർക്ക നിങ്ങൾ ഒരുപാട് സ്നേഹിച്ചിരുന്നു. എന്നിട്ട് നിങ്ങള് വേണ്ട, ഇനി നാവ് കൊണ്ട് എന്റെ പേര് പറയണ്ട. നിങ്ങൾ എനിക്ക് കാണണ്ട, എനിക്ക് വെറുപ്പാ. ഈ കൈ കൊണ്ടാ അന്യ അൻവറെ നമ്മളെ ഊട്ടി വലുതാക്കിയത്. ഇതെങ്കിലും നമ്മൾ ചെയ്തില്ലെങ്കിൽ പടച്ചോ നമ്മളോട് പൊറുക്കൂല. ഓനേക്കാൾ അല്പം കൂടുതൽ അന്നെ നമ്മൾ സ്നേഹിച്ച് അത് തെറ്റെന്നത് ഇപ്പൊ നമുക്ക് തോന്നണം. ചെറുപ്പം മുതലേ ഒന്നിച്ച് കളിച്ചു വളർന്നവരല്ലേ ഞങ്ങള് രണ്ടാളും. എന്തിനാടാ ജമാലെ ചെയ്തത്? ഞങ്ങളെക്കാളും ഓൻ അന്യാടാ സ്നേഹിച്ചിരുന്നത്. തിരിച്ചറിവില്ലാതെ ചെയ്തു പോയതാ. ഇങ്ങനെയൊക്കെ ആവോന്ന് അറിഞ്ഞില്ല. എന്നെ എത്ര വേണേലും തല്ലിക്കോളൂ, ശമിച്ചോളൂ. ഷാനുവിനെ വെറുക്കരുത്. പിഴച്ചു പറ്റ എന്നെ ഉപേക്ഷിക്കാതെ വളർത്തി വലുതാക്കിയതിനും സ്നേഹിച്ചതിനും എന്റെ കൽബ് നിറയാൻ പെരുത്ത് നന്ദിയുണ്ടല്ലായിരുന്നു. ബാപ്പയായിരുന്നു പോലും അറിയാത്ത എനിക്ക് ഒരു ബാപ്പയുടെ സ്നേഹവും വാത്സല്യം നിങ്ങൾ തന്നു. പടച്ചോനേക്കാൾ മേലെയാണ് മാമ എന്റെ ഗൽബിൽ നിങ്ങൾക്കുള്ള സ്ഥാനം. ഡോക്ടർ ഡോണ്ട് വറി, ഹി ഈസ് ഓൾ റൈറ്റ്. കുറച്ച് കഴിയുമ്പോൾ ഐസിയിലേക്ക് മാറ്റും. ആരായി ജമാൽ? എന്തിനാണ് തിരക്കണത്? അയാൾ എവിടേക്കെങ്കിലും പോട്ടെ, ഇങ്ങനെ വരാതിരിക്കണതാ നല്ലത്. ജമാലിനെ കാണണമെന്ന് പേഷ്യന്റ് പറയുന്നു. വേണ്ട, എന്റെ അൻവർക്ക് ഇപ്പൊ ജമാലിനെ കാണണ്ട. അത് നിശ്ചയിക്കേണ്ട നിങ്ങളല്ല. ജമാൽ ആരായിരുന്നാലും ശരി, നിങ്ങൾ അയാളെ ഉടനെ ഇവിടെ എത്തിക്കണം. അല്ലെങ്കിൽ പേഷ്യന്റിന്റെ മനോനില തന്നെ തെറ്റും. എവിടെ ഉണ്ടായാലും ഞങ്ങൾ കൂട്ടിക്കൊണ്ടുവരാം ഡോക്ടർ. ഹാജരെ, എന്തായാലും ജമാല് ചെയ്തത് തെറ്റാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ തൽക്കാലം നമുക്ക് എല്ലാവർക്കും അത് മറക്കാം. ഒരു കുഴപ്പവും കൂടാതെ അൻവറിന്റെ ജീവൻ പടച്ചോ നമുക്ക് തിരിച്ചു തന്നില്ലേ? അവൻ ജമാലിനെ കാണാൻ ആഗ്രഹിക്കുന്നു. വാ, നമുക്ക് പോയി അവനെ വിളിച്ചോണ്ട് വരാം. ഹാജര് വിളിച്ച അവൻ ജമാല് തീർച്ചയായിട്ടും വരും. വാ, എന്നാ നിങ്ങൾ ചെന്നേച്ചു വാ. വാ ഹാജര്. ഓൻ എങ്ങോട്ടാ പോയത്? ഇവിടെ എവിടെയെങ്കിലും കാണും. എല്ലാരും കൂടി പറഞ്ഞപ്പോ അവന് വിഷമായി കാണും. എന്തായാലും നമുക്ക് അന്വേഷിക്കാം. അതെ, പേഷ്യന്റിന് ഒരു ജോഡി ഡ്രസ് വേണം. എടുത്തോണ്ട് വരാം. വേഗം വേണം. എന്നാ നിങ്ങൾ ഇവിടെ ഇരി, നമ്മൾ പോയി എടുത്തിട്ട് വരാം. ഉമ്മ തനിയെ പോണ്ട, ഞാനും വരാം. അപ്പൊ ഇവിടെ ആരാ? ഈ എവിടെ ഇരുന്നോ? ഇവിടെ ഐഷുല്ലേ, പിന്നെ ബാപ്പയ്ക്ക് ഇപ്പൊ വരൂലേ? എന്നാ ഒരു വന്നിട്ട് പോവാ. വേണ്ട, നിങ്ങളിപ്പോ ഡ്രസ് എടുത്തോണ്ട് വാ, ഞാനുണ്ടല്ലോ ഇവിടെ. എന്നാ ഞങ്ങള് പോയിട്ട് വരാം ഐഷു. മോളെ, അൻവറുടെ ഷർട്ടും കൊണ്ട് ഞാൻ പൊയിഞ്ഞെടുക്ക്. ആ അമ്മ. ജമാലെ, ചതിച്ചോടാ ഈ. ജമാലെ, 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 ജമാലെ,
ജമാല് റിലാക്സ് അൻവർ, റിലാക്സ്. ജമാൽ ഇപ്പൊ വരും, ജമാൽ ഇപ്പൊ വരും. റിലാക്സ്. ആ, എവിടെ ജമാൽ? ഓനെ നമ്മൾ ഒരുപാട് തെരഞ്ഞു, പക്ഷെ കണ്ടില്ല. അൻവർ ചെറിയൊരു മയക്കത്തിലായിരുന്നു. ഇപ്പൊ വീണ്ടും ബോധം വന്നപ്പോൾ വീണ്ടും ജമാലിനെ അന്വേഷിക്കുന്നു. അയാളെ കണ്ടെത്തി എത്രയും പെട്ടെന്ന് ഇവിടെ എത്തിക്കണം. നമ്മള് ഒന്ന് കണ്ടോ? ആ, അൻവറെ, ഇതാരൊക്കെയാന്ന് നോക്കിയേ. ജമാല് മാമ. മോനെ അൻവറെ, മാമ ജമാല്. ഓം വരും, നീ വിഷമിക്കാതെ. ഓം വരും. അവനെ വെറുക്കരുത് മാമ. അവൻ പാവം, അവനൊരു തെറ്റും ചെയ്തിട്ടില്ല. ഞാനും ലൈലയാ തെറ്റുകാരി. അവനറിയാതെ ചെയ്തത്. നമ്മുടെ ജമാല് പാവം. നമ്മുടെ ജമാല് പാവം. എനിക്ക് ജമാലിനെ കാണണം. കൊണ്ടുവരാം മോനെ, നമ്മുടെ ജമാലിനെ മാമ വിളിച്ചോണ്ട് വരാം. ആ, അധികം സംസാരിപ്പിക്കണ്ട, പോയി ജമാലിനെ വിളിച്ചോണ്ട് വരും. ഓ, ആ, ആ. നീയൊക്കെ ഗൾഫിൽ പോണ സമയത്ത് ഞാനൊക്കെ ഈ ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് തന്നെ സംശയിക്കും. മാമ നോക്കിക്കോ, ഒരിക്കൽ ഈ ജമാൽ ഒരു സൂപ്പർ സ്റ്റാറായി ഉയരങ്ങളിലെത്തി നിൽക്കുമ്പോൾ ഈ എന്നെ ഒരു നോക്ക് കാണുവാൻ നിങ്ങളൊക്കെ ആഗ്രഹിക്കും. മാമ അല്ല പടച്ചോക്കാക്കൂ. മോനെ അൻവറേ, ഈ ഷർട്ട്. അൻവർ അല്ല മാമ, ജമാലാണ്. ഇനിയെന്നും അങ്ങനെ തന്നെയായിരിക്കും. അവന്റെ ജീവനാണ് എനിക്കവൻ തന്നിട്ട് പോയത്.